നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പം ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല, വെടികൊണ്ടപ്പോൾ മരിച്ചതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നാണ്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട. കാരണം ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാർ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ല, അത് ഉപയോഗിച്ചൊന്നുമില്ല. അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിൽ ആണ് കെ മുരളീധരന്റെ പ്രതികരണമുണ്ടായത്. മറ്റു കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഒളിയം പെയ്യുന്നുണ്ട് കെ മുരളീധരൻ എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കടയിൽ എപ്പോഴും ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോഴും ഇത്തരത്തിൽ കടയിൽ തന്നെ ഉണ്ടാകണം. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോട് എല്ലാ കാലവും പൂർണ്ണമായും ഐക്യപ്പെടണം എന്നത് ഉൾപ്പെടെ ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായത്. ഒപ്പം മഹാത്മാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടടക്കം നടത്തിയ പരാമർശങ്ങൾ ഇപ്പോഴും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. എന്തായാലും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ BJPയിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അയാളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ചരിത്രം ചെയ്യേണ്ടതില്ല എന്നാണ് ആ ഒളിയമ്പോട് കൂടിയുള്ള മുരളീധരൻ്റെ പ്രതികരണം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ എത്തി അംഗത്വമെടുത്തു. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ അടക്കമുള്ള നേതാക്കൾ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടുവെന്ന സന്ദീപ് വാര്യർ BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടി. താൻ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിയതിന് പിന്നിൽ K സുരേന്ദ്രനും സംഘവും. K സുരേന്ദ്രനും മുഖ്യമന്ത്രിയും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. കൊടകരയും കരുവന്നൂരും വെച്ചുമാറുന്നു. കോൺഗ്രസ് സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയെന്നും സന്ദീപ് വാര്യർ. BJP നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചുവെന്ന് സന്ദീപ് വാര്യർ. ശ്രീനിവാസന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ശക്തനായ അഭിഭാഷകൻ പോലും ഹാജരായില്ല. ശ്രീനിവാസൻ കേസിന് തൊട്ടു തലേ ദിവസം ഭീഷണി ഉണ്ടായിരുന്നിട്ടും തന്നോട് മാറി നിൽക്കാൻ BJP പറഞ്ഞില്ല. താൻ കൊല ചെയ്യപ്പെടട്ടെ എന്ന് BJP കരുതിയിട്ടുണ്ടാകുമെന്നും സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പാർട്ടിയിൽ ചേർന്ന ദിവസം കോൺഗ്രസിന് സന്തോഷമുള്ള ദിനം എന്ന് K സുധാകരൻ. മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്ന് സന്ദീപ് വാര്യർ ആഗ്രഹിച്ചുവെന്നും സുധാകരൻ. സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത് VD സതീശൻ. കേരളത്തിൽ BJPയുടെ മുഖവും ശബ്ദവും ആയിരുന്നു സന്ദീപ് വാര്യർ. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുന്നു എന്നും സതീശൻ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. VD സതീശനും സുധാകരനും എല്ലാ ആശംസകൾ എന്നും സുരേന്ദ്രൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതോടെ BJP കോൺഗ്രസ് ഡീൽ കൂടുതൽ വ്യക്തമായി എന്ന് EP ജയരാജൻ. UDF സ്ഥാനാർത്ഥി എപ്പോൾ BJPയിൽ ചേരുമെന്ന് നോക്കിയാൽ മതി. LDF വിജയം ഉറപ്പായപ്പോഴാണ് കോൺഗ്രസ് BJPയെ കൂടുതൽ ആശ്രയിക്കുന്നത്. LDF മുന്നേറ്റത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലാണ്. പാലക്കാട് സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും EP ജയരാജൻ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാടെത്തി.
സരിൻ LDF സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസും BJPയും അങ്കലാപ്പിലെന്ന് മുഖ്യമന്ത്രി. രണ്ടു കൂട്ടരും നിക്ഷിപ്ത താൽപര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്നും പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ ഭൂപടത്തിൽ കേരളം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് BJP ഇല്ലാതാക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് സംസ്ഥാന ഭരണത്തെ ഓർത്ത് ജനം തനിക്ക് വോട്ട് ചെയ്യും. ഇരട്ട വോട്ട് ചേർക്കുന്നതിനും LDFും BJPയും തമ്മിൽ ധാരണയുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വ്യാജ വോട്ടുകൾ തടയുമെന്ന് MV ഗോവിന്ദൻ. ബൂത്തുകൾക്ക് മുന്നിൽ എഴുതി വയ്ക്കും, സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നാണം ഉള്ളവർ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നും MV ഗോവിന്ദൻ. ബൂത്തിന് ഉള്ളിലും ചലഞ്ച് ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SDPI ലഘുലേഖകൾ വീടുകളിലും ആരാധനാലയങ്ങളിലും നൽകുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, സാമുദായികമായി ഭിന്നിപ്പിക്കുന്നു. കോൺഗ്രസ് അച്ചടിച്ച രേഖയാണ് SDPI വിതരണം ചെയ്യുന്നത്. SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം സതീശനും ഷാഫിക്കും ഉണ്ടോ എന്നും K. സുരേന്ദ്രൻ. ഇരട്ട വോട്ട് വിഷയത്തിലും വർഗീയ പ്രചാരണ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ BJP. വർഗീയ ഭിന്നിപ്പിന് കോൺഗ്രസ് ശ്രമിക്കുകയാണ് എന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസ് അച്ചടിച്ച രേഖകളാണ് SDPI വിതരണം ചെയ്യുന്നത്. PDPയുമായി നേരിട്ട് സഖ്യത്തിലാണ് ഇടതുമുന്നണിയെന്നും സുരേന്ദ്രൻ. BJPയുടെ വർഗീയ പ്രചാരണത്തിന് CPIM ചൂട്ടുപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേലക്കരയിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടും സർക്കാർ നടപടിയെടുത്തില്ല. CPIM പാലക്കാട് 3ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും VD സതീശൻ. പാലക്കാട് ചിത്രത്തിൽ ഇല്ലാത്ത BJPക്ക് പുതുജീവൻ നൽകാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു എന്ന് MP രാജേഷ്. എന്നിട്ടും കാണിച്ചു തരാം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആ വാശിയും വീറും ഒന്നും BJPയോട് കാണിക്കുന്നില്ല. 4 കോടി രൂപ ഷാഫി പറമ്പിലിന് കൊടുത്തുവെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞിട്ടും എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്നും MP രാജേഷ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശന്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്താണ് CPM ചർച്ച നടത്തി? അതെ, CPM എടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് പോയില്ലേ? ഭിക്ഷാന്തേഹികളെ സ്വീകരിക്കുന്ന പണിയല്ലേ കോൺഗ്രസിന്? ബലിദാനികളെ അപമാനിച്ചവർക്കൊന്നും ഇവിടെ വോട്ടില്ല. നമുക്ക് 23-ാം തീയതി കാണാം. അല്ല, എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്നത്. ഞാൻ എല്ലാ കാരണവും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, എന്തിനാണ് ആദ്യം പുറത്താക്കിയത് നിങ്ങൾ അന്വേഷിക്കും. അല്ല, അതൊക്കെ ഞങ്ങള് മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രതികരണവും നടത്താനില്ല. കാരണം മാന്യമായ കാര്യങ്ങളല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ. ഈ BJP നടപടിയെടുത്താക്കി PFI ബന്ധത്തിന് പേര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. സന്ദീപിനെ പുറത്താക്കാൻ BJP ഇപ്പോൾ ആലോചിച്ചിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുറത്താക്കാൻ മാത്രം അയാൾ ആരുമല്ല. അയാളുടെ കഴിവ് എന്താണെന്ന് അയാൾ തെളിയിക്കട്ടെ. പാലക്കാട് UDF ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സന്ദീപിന് നടപടിയെടുക്കുമോ? കാണാം. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പാലക്കാട് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും പാലക്കാട്ടെ സംഘപരിവാറിന്റെ ശക്തി എന്താണെന്ന്. സന്ദീപ് വാര്യരെ ആക്ഷേപിക്കുന്ന പരാമർശമാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സന്ദീപ് വാര്യരെ ശിഖണ്ഡി എന്നാണ് സുരേന്ദ്രൻ അധിക്ഷേപിക്കുന്നത്. ശിഖണ്ഡികളെ വെച്ച് ജയിക്കാം എന്ന ധാരണയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ അങ്ങനെ കരുതേണ്ട എന്നാണ്
ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതായത് ബി.ജെ.പി വിട്ടുപോകുന്ന ഒരു മുൻ പ്രവർത്തകനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിശേഷിപ്പിക്കുന്നത് ശിഖണ്ഡി എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ വിടുന്നവരെ ഇത്തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എത്തുന്നവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും മുഖ്യമന്ത്രി പദമടക്കമൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടി വിട്ടുപോകുന്ന ആളെ ശിഖണ്ഡി എന്ന് ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായ പ്രതികരണം. ഫാസ്റ്റ് ന്യൂസിലേക്ക് വീണ്ടും. ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടും അനങ്ങാതെ DC ബുക്സ്. പുസ്തകത്തിന്റെ പുറംചട്ടിയെക്കുറിച്ചുള്ള പോസ്റ്റ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് രവി DC. വയനാടിന് ഒരു ഘട്ടത്തിലും കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല എന്ന് മന്ത്രി കെ രാജൻ. SDRF ഫണ്ട് വയനാട്ടിൽ ചെലവഴിക്കാൻ കേന്ദ്രം രേഖാമൂലം ഉത്തരവിട്ടാൽ ചെലവഴിക്കാമെന്നും മന്ത്രി. വയനാട് ദുരന്തം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും കേന്ദ്രം സഹായിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്തിന്റെ പരിമിതികളിൽ നിന്ന് പുനരധിവാസം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയമാണ് കേരളത്തോടുള്ള അമർഷത്തിന് കാരണമെന്നും MV ഗോവിന്ദൻ. വയനാട് പുനരധിവാസ പാക്കേജിന് തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ദുരന്തം കഴിഞ്ഞ് 4 മാസമായിട്ടും ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല. 2013 UPA സർക്കാരാണ് ദേശീയ ദുരന്തം എന്ന പദം എടുത്തു കളഞ്ഞത്. അതിന്റെ പേരിൽ VD സതീശനും സംഘവും മോദി സർക്കാരിനെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തനിക്ക് കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്ന് P. ശശി തെളിയിക്കണമെന്ന് PV അൻവർ. P. ശശിയുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കില്ല, കോടതിയിൽ കാണാം എന്നും PV അൻവർ. മുനമ്പം സമരം 35ാം ദിവസവും തുടരുന്നു. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന സമസ്തയുടെ അവകാശവാദം സമരത്തെ കൂടുതൽ സങ്കീർണം ആക്കും എന്ന വിലയിരുത്തലിൽ ആണ് സമരസമിതി. മുസ്ലിം ലീഗ് അടക്കം ഇതിനെ തള്ളുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായി നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് വിലയിരുത്തൽ. സമസ്തയുടെ അവകാശവാദത്തെ കാത്തലിക് കോൺഗ്രസും തള്ളി. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ സമരസമിതിയുടെ തീരുമാനം. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ച വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നു. നോട്ടീസ് അയക്കാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഏകപക്ഷീയമായ അധികാരം നൽകിയത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരുന്നപ്പോൾ എന്ന് മുൻ ചെയർമാൻ TK ഹംസ. മുനമ്പം ഭൂമി വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വഖഫ് ബോർഡുകൾക്ക് ലഭിക്കേണ്ട അധികാരം പോലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിച്ചതിന് പിന്നിൽ ഉള്ള താൽപ്പര്യം പരിശോധിക്കണം. വഖഫ് ചെയർമാനും ബോർഡിനും ഇടപെടാൻ അധികാരം ഇല്ലായിരുന്നു. മുനമ്പത്ത് സാമ്പത്തിക ശേഷിയുള്ള ഏതാനും പേർക്കാണ് നോട്ടീസ് അയച്ചത്. പണക്കാർക്ക് മാത്രം നോട്ടീസ് അയച്ചതിന് പിന്നിൽ ഉള്ള താൽപ്പര്യം പരിശോധിക്കണം. തൻ്റെ പേര് വിവാദത്തിലേക്ക് വെറുതെ വലിച്ചിഴച്ചതാണ് എന്നും TK ഹംസ. സുരക്ഷ മുൻനിർത്തി സ്വാഭാവികമായി പൂരം നടക്കണം എന്നാണ് സർക്കാർ നിലപാട് എന്ന് മന്ത്രി കെ രാജൻ. 20-ന് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചെയ്തു. പൊതു അഭിപ്രായം രൂപീകരിച്ച് നാട്ടാന പരിപാലന ചട്ടത്തിൽ ഭേദഗതി സാധ്യമാകുമോ എന്ന് പരിശോധിക്കും. വെടിക്കെട്ട് സംബന്ധിച്ച പ്രതിസന്ധി മനുഷ്യനിർമ്മിതമാണ് എന്നും മന്ത്രി. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആർക്കും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ടൂറിസം വികസനം നടപ്പാക്കണം എന്നതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ വനം വകുപ്പ് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആണ് മന്ത്രിയുടെ പ്രതികരണം. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രമക്കേടെന്ന് MK രാഘവൻ MP. മെമ്പർമാർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുമ്പേ വോട്ട് ചെയ്യപ്പെട്ടു. ബാങ്കുമായി ഒരു ബന്ധവും ഇല്ലാത്തവർ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കൺമുന്നിൽ ക്രമക്കേട് നടന്നിട്ടും പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നും MK രാഘവൻ ആരോപിച്ചു.
മണ്ഡല ഉത്സവകാലത്തിന് ശബരിമലയിൽ തുടക്കമായി. വൃശ്ചിക പുലരിയിൽ അയ്യനെ കണ്ടു തൊഴാൻ 10,000 എത്തി. രാവിലെ 3-ന് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഇന്നലെ വൈകിട്ട് 4-ന് നട തുറന്ന ശേഷം 10,000-കണക്കിന് ആളുകൾ ആണ് ദർശനം നടത്തിയത്. ശബരിമല സന്നിധാനത്ത് എത്തുന്നവർക്ക് എല്ലാം ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. 1 മിനിറ്റിൽ 85 പേരെ 18-ാം പടി കയറ്റിവിടാനാണ് പോലീസിന്റെ ശ്രമം. ഇന്നലെ 30,657 പേർ ദർശനം നടത്തിയെന്നും മന്ത്രി. പാണ്ഡിത്യത്തെക്കാൾ ഭക്തിയാണ് തന്നെ നയിക്കുന്നത് എന്ന് ശബരിമലയിൽ മേൽശാന്തിയായി ചുമതലയേറ്റ അരുൺകുമാർ നമ്പൂതിരി. മേൽശാന്തിയായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് അയ്യപ്പനാണ് മനസ്സിൽ തെളിഞ്ഞത് എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. പറവൂരിൽ കുറുവാ സംഘം എത്തിയെന്ന സംശയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. മോഷണത്തിന് എത്തിയത് കുറുവാ സംഘമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്ന് പോലീസ്. സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തും. തിരുവനന്തപുരം നഗരസഭാ കവാടത്തിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി. സ്വതന്ത്ര ശുചീകരണ തൊഴിലാളികൾ ആണ് ഭീഷണി മുഴക്കി കവാടത്തിന് മുകളിൽ കയറിയത്. തൊഴിൽ നിഷേധിക്കുന്നുവെന്നാണ് ആരോപണം. ഏറെ നേരത്തിന് ശേഷം തൊഴിലാളികളെ അനുനയിപ്പിച്ച് താഴെയിറക്കി. ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് എതിരായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആണ് കുറ്റപത്രം സമർപ്പിക്കുക. AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിക്കുക. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും അതിജീവിതയ്ക്ക് അനുകൂലമാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു. തിരുവനന്തപുരം ഐരൂപ്പാറ രാമപുറത്തുചിറ ശിവം വീട്ടിൽ അമ്മു A സജീവ് ആണ് മരിച്ചത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് അമ്മു വീണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം കാരേറ്റിൽ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊന്നു. പേടിക്കുളം സ്വദേശി ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം. പേടിക്കുളം സ്വദേശി സുനിൽകുമാർ പോലീസ് കസ്റ്റഡിയിലാണ്. സുനിൽകുമാർ മദ്യപിച്ച് വീടിന് മുന്നിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. എറണാകുളം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ആണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയെന്നും മുന്നറിയിപ്പ്. 3 ജില്ലകളിലും 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം. ഈ സാഹചര്യത്തിൽ 3ഇടങ്ങളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ്. ഇടുക്കി ചൊക്രമുടിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ഭൂമിയിൽ സർവേ നടപടികൾ പൂർത്തിയായി. 1 മാസം മുമ്പാണ് ചൊക്രമുടിയിലെ വിവാദ ഭൂമി അളന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ പൂർത്തിയാക്കാൻ ആയിരുന്നു നിർദ്ദേശം എങ്കിലും സർവേ വിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഇനി ദേശീയ വാർത്തകൾ വേഗത്തിൽ. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 16 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ്. ഓക്സിജൻ കോൺസെൻട്രേറ്ററിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്ത സമയത്ത് ഫയർ അലാം പ്രവർത്തിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 5 മാസം മുമ്പ് ഫയർ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിരുന്നു എന്നും മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നും ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പാഠക്. അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് സംഭവം. മുസ്ലിങ്ങളെയും കശ്മീരിനെയും ചിത്രത്തിൽ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വിവാദത്തിനിടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തിയേറ്ററിന് നാശമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജാർഖണ്ഡിൽ എത്തിയ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിന് അനുമതി വൈകിയതിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യ മുന്നണി. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഫ്ലൈ സോൺ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ആണ് ATC അനുമതി വൈകിയത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജാർഖണ്ഡിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും ആദിവാസി ഭൂമി കൈയേറ്റവും ആവർത്തിച്ച് ഉന്നയിച്ച് BJP. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ JMMനുള്ള ശക്തി ചോർത്തുകയാണ് ലക്ഷ്യം. അതിർത്തി സംരക്ഷണത്തിലെ കേന്ദ്ര സർക്കാർ വീഴ്ച സംസ്ഥാന സർക്കാരിന് മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം വിലപ്പോവില്ല എന്ന മറുപടിയാണ് JMMന്റേത്. ജനങ്ങളെ വിഭജിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജാർഖണ്ഡിൽ ബംഗ്ലാദേശി കുടിയേറ്റത്തെക്കുറിച്ചുള്ള BJPയുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നും KC വേണുഗോപാൽ. മഹായുതി ജയിച്ചാൽ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കില്ലെന്ന പ്രചാരണവുമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. ശിവസേന ശക്തി കേന്ദ്രങ്ങളിൽ ആണ് ഈ പ്രചാരണം ശക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും എന്നാണ് BJPയുടെ മറുപടി. ശിവസേന ഉദ്ധവ് വിഭാഗത്തിനായി മഹായുതിയുടെ വാതിൽ തുറന്നിട്ടില്ലെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ്. 2019 രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന പാഠം പഠിച്ചു. ഇനി ഉദ്ധവിനെ ആവശ്യമില്ല എന്ന് ജനങ്ങൾ മഹായുതിക്ക് വലിയ ഭൂരിപക്ഷം നൽകുമെന്ന് ഫഡ്നാവിസ് പറഞ്ഞു. യോഗി ആദിത്യനാഥ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നും രാജ്യം വിവിധ ജാതികളായി ഭിന്നിച്ചു നിന്നപ്പോൾ എല്ലാം അപകടത്തിലായിട്ടുണ്ട് എന്നും ഫഡ്നാവിസ്. കോൺഗ്രസിനും ശിവസേനയ്ക്കും NCPക്കും ഏതെങ്കിലും വിഷയത്തിൽ പൊതു അഭിപ്രായം ഉണ്ടോ എന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മഹായുതി സഖ്യത്തിൽ പൂർണ്ണ ഐക്യം ഉണ്ട് എന്നും ഗഡ്കരി ന്യൂസ് 18നോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ എത്തിയെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മഹായുതിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാണ് എന്നും മഹാവികാസ് അഘാഡി ഐക്യത്തോടെയാണ് നീങ്ങുന്നത് എന്നും ചെന്നിത്തല. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ഗയാന എന്നീ രാജ്യങ്ങളും മോദി സന്ദർശിക്കും. 17 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നത്. കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 2020 പരമ്പര ഇന്ത്യക്ക് ജോഹന്നാസ്ബർഗിൽ നടന്ന 4ാം മത്സരത്തിൽ 135 റൺസിന്റെ വിജയം നേടിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. പരമ്പരയിലെ 2ാം സെഞ്ചുറി നേടിയ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും പ്രകടനമാണ് ഇന്ത്യയെ നേട്ടത്തിൽ എത്തിച്ചത്. സഞ്ജു സാംസന്റെ സിക്സർ ദേഹത്ത് പതിച്ച് ഗാലറിയിൽ ഇരുന്ന യുവതിക്ക് പരിക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയുള്ള 4ാം 2020 മത്സരത്തിന് ഇടയായിരുന്നു സംഭവം. പന്തുകൊണ്ട യുവതി കരയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പന്ത് യുവതിയുടെ ദേഹത്ത് തട്ടി എന്ന് മനസ്സിലാക്കിയ സഞ്ജു ക്ഷമാപണ രൂപത്തിൽ കൈ ഉയർത്തുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട്. പോളണ്ടിനെ തകർത്ത് പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 5-1 പോർച്ചുഗലിന്റെ ജയം. ഡെൻമാർക്കിനെ തോൽപ്പിച്ച സ്പെയിൻ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം നിലനിർത്തി. സന്തോഷ് ട്രോഫി കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ടീമിനെ കേരള പോലീസ് താരം G സഞ്ജു നയിക്കും. 22-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 15 പേർ പുതുമുഖങ്ങളാണ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ